സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് തുല്യത വേണം, തുല്യത വേണം, താഴ്ന്നു കൊടുക്കരുതെന്ന്. ഓരോ വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾ പുരുഷന്മാർ എന്തുമാത്രം സഹിക്കുന്നുണ്ട്, അത് മൗന് കാണാറില്ലേ ഒന്നും? എന്തുകൊണ്ടാണ് ഞാൻ ഒരു പ്രശ്നം വന്നു, ഒരു സ്ത്രീയെ മാത്രം എന്താ ഒരു പ്രശ്നം രണ്ടുപേരും ഈക്വലായിട്ട് ഒരു വർഷം കിടന്ന് കറങ്ങിയടിച്ച് വന്നിട്ട് ഒരു സ്ത്രീയുടെ മാത്രം എന്താ മുഖം കാണിക്കാത്ത? എന്താ തുല്യതയില്ലേ അപ്പോ? തീർച്ചയായും ആ ഒരു കാര്യത്തോട് എനിക്ക് യോജിപ്പുണ്ട്. പക്ഷേ ചേച്ചി പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തില് പുരുഷനേക്കാൾ താഴ്ന്നു നിൽക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ നമുക്കല്ലാതെ പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കിന് പല കേസസിലാണെങ്കിൽ പോലും സ്ത്രീകളുടെ ആണെങ്കിൽ മുഖം അത് തന്നെയാണ് പറയാനുള്ളത്. ഈ പറഞ്ഞ കാര്യത്തോട് യോജിപ്പുണ്ട്. അതായത് ഇവർ പറഞ്ഞ കാര്യം എന്നാൽ ഒരു സ്ത്രീയുടെ മുഖം കാണിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. നാളെ MDMA ആയിട്ട് ഒരു 5 പേരെ കണ്ട് പിടിയിൽ, 5 പേര് ഒരു യുവതിയും പിടിയിൽ, 5 പേരെ ഫോട്ടോ ഉണ്ട്, യുവതിയുടെ മാത്രം ഫോട്ടോ ഇല്ല. ഒരു ഫോട്ടോ അതെന്താണ് പോലും അറിയില്ല. കാരണം ഒരു പീഡന കേസിൽ ഇരയായ പെൺകുട്ടിയുടെയാണെങ്കിൽ ഓക്കെ, അത് മുഖം കാണിക്കില്ല, ചില മുഖം മറച്ചൊക്കെ ചെയ്യും. അല്ലാത്തവരുടെയൊക്കെ ഈ കുറ്റവാളികളായ സ്ത്രീകളുടെ മുഖം പത്രത്തിൽ വരാനോ അതുള്ള ഈ രീതിയിൽ ചെയ്യാനുള്ള ആളുകൾക്ക് അതെന്താണ് ഇത്ര ഒരു രീതിയെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അതിപ്പോഴും എനിക്ക് മനസ്സിലാവണില്ല അതെന്താണെന്നുള്ളത്. അതിനും എല്ലാത്തിനും തുല്യതയെന്ന പോലെ ഈ ക്രിമിനൽ കുറ്റങ്ങൾ തന്നെ അവിടെ ആണ് പെണ്ണ് വ്യത്യാസമില്ല, എല്ലാവരും തുല്യമാണ്. ശിക്ഷ അനുഭവിക്കേണ്ടവർ തെറ്റ് ചെയ്ത ആണായാലും പെണ്ണായാലും ശിക്ഷ അനുഭവിക്കണം. അതവർക്ക് കിട്ടേണ്ട ശിക്ഷയാണ്. പെണ്ണാണെന്നോ ആണാണെന്നോ ഒരു പരിഗണന വേണ്ട. അതുപോലെ തന്നെ ഫോട്ടോ, തീർച്ചയായിട്ടും ഫോട്ടോ കൊടുക്കണം. അതുപോലെ അങ്ങനെയുള്ള ഫോട്ടോകളൊക്കെ ആളുകൾ, ജനങ്ങൾ കാണണം.